സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും അവർക്ക് ഈ നാട്ടിൽ ഭയം കൂടാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? പെൺകുട്ടികൾക്കും യുവതികൾക്കും നേരെ അതിക്രമം നടക്കാത്ത ഒരു ദിവസം പോലുമില്ല എന്നതാണ് വാസ്തവം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരു ദിവസം 40-ലധികം പരാതികളാണ് പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നത്. ഓരോ 24 മണിക്കൂറിലും 10 ബലാത്സംഗ കേസുകൾ. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പുറമെ അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന അതിക്രമങ്ങളും ഏറെയാണ്. സ്ത്രീകളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മാനവും പണവും കവരുന്നവർ, കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരകളാക്കുന്നവർ, പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ഏത് സമയത്തും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ടോ? സ്വന്തം വീട്ടിലും ജോലിസ്ഥലത്തും പൊതുയിടത്തും അവർ അതിക്രമത്തിന് ഇരകളാകുന്ന കാഴ്ച. എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പുറത്തിറങ്ങിയാൽ ചുറ്റും കഴുകൻ കണ്ണുകൾ, എവിടെയും തുറിച്ചു നോട്ടം. ഇരയെ വേട്ടയാടാൻ പതിയിരിക്കുന്ന മൃഗങ്ങളെപ്പോലെ ഏത് സമയവും ആക്രമി കാണാമറയുന്നുണ്ട്. ഭയം ഇറ്റുവീഴുന്ന കണ്ണുകളോടെ പുറത്തിറങ്ങേണ്ടി വരുന്ന സ്ത്രീ സമൂഹം. ഈ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിഷ്കൃത സമൂഹത്തിന് തന്നെ നാണക്കേടാണ്. രാത്രി നേരത്ത് ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. പാലക്കാട് വടക്കഞ്ചേരിയിൽ രാത്രിയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയെ ഇടിച്ചു വീഴ്ത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ബൈക്ക് യാത്രികനായ യുവാവാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അതിക്രമം. കേസിൽ പട്ടിക്കാട് സ്വദേശി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലും പ്രതിയാണ് പിടിയിലായ യുവാവ്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ വടക്കാഞ്ചേരിക്ക് സമീപമാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ആക്രമണത്തിന് ഇരയായത്. യുവതിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ പ്രതി വിഷ്ണു അവർ സഞ്ചരിച്ച സ്കൂട്ടറിനെ ഇടിച്ചിട്ടു. അപകടത്തിൽപ്പെട്ട് റോഡിൽ വീണ യുവതിയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇതിനിടെ യുവതി ബഹളം വെച്ചതോടെ വിഷ്ണു ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബഹളം കേട്ട് ഓടിക്കൂടിയ സമീപവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ വടക്കാഞ്ചേരി പോലീസ് പ്രതിക്ക് വേണ്ടി വിശദമായ അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞു. പട്ടിക്കാട് പൂവഞ്ചിറ സ്വദേശി വിഷ്ണുവിനെ സാഹസികമായാണ് പിടികൂടിയത്. എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പതിവായി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന യുവതിക്ക് നേരെ ആദ്യമായാണ് ഈ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നത്. പ്രതി ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. കുട്ടികൾക്ക് നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നവരാണ് മതാധ്യാപകർ. വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും പാപത്തിൽ വീഴാതിരിക്കാൻ ദൈവഭയമുള്ളവരായി വളരണമെന്നുമൊക്കെ അവർ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള മദ്രസാധ്യാപകർക്ക് എത്രത്തോളം ആത്മനിയന്ത്രണമുണ്ട്? മലപ്പുറം കൊണ്ടോട്ടിയിലെ മദ്രസാധ്യാപകനായ അലി അസ്കർ പുത്തലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ബസ്സിൽ വെച്ച് 13 വയസ്സുകാരനെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ മലപ്പുറം കിഴിശ്ശേരി സ്വദേശിയായ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ സമാന കുറ്റത്തിന് നേരത്തെയും കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നു.
വെളുപ്പിനാണ് സംഭവം. വൈകിട്ട് കിഴിശ്ശേരിയിൽ നിന്നും ബസ് കയറിയ കുട്ടിയെയാണ് പ്രതി തന്റെ അടുത്തിരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചത്. ബസ്സിറങ്ങി വീട്ടിലെത്തി കുട്ടി തന്നെ ഒരാൾ ഉപദ്രവിച്ചുവെന്ന് വീട്ടുകാരോട് പറഞ്ഞു. തുടർന്ന് മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും കൊണ്ടോട്ടി പോലീസ് പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. പ്രതി ആരാണെന്ന് കുട്ടിക്ക് അറിയില്ലാത്തതും ബസ്സിൽ CCTV ക്യാമറ ഇല്ലാത്തതും അന്വേഷണം ദുഷ്കരമാക്കിയിരുന്നു. എന്നാൽ കുട്ടി പറഞ്ഞ അടയാള വിവരങ്ങൾ മാത്രം സൂചനയായി കണ്ട് കിഴിശ്ശേരി മുതൽ മഞ്ചേരി വരെയുള്ള ബസ് സ്റ്റോപ്പുകളിലെ ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ മുഖം തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് കൊണ്ടോട്ടി പോലീസ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയുടെ മേൽവിലാസം കണ്ടെത്തി. വയനാട് മേപ്പാടിക്കടുത്തുള്ള പുതിയ ജോലിസ്ഥലത്ത് ഇന്നലെ എത്തിയ ഇയാളെ അവിടെ നിന്നും പിടികൂടുകയായിരുന്നു. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസിൽ വിചാരണ നടക്കുകയാണ്. പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടർ PM ഷമീർ, SAV ജിഷിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള SPOമാരായ അമർനാഥ്, ഋഷികേശ് എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. സ്വയം പ്രഖ്യാപിത ആൾ ദൈവം, ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംബാസഡർ, ഇന്ത്യയുടെ പ്രത്യേക ദൂതൻ, ബ്രിക്സ് രാജ്യങ്ങളുടെ ജോയിന്റ് കമ്മീഷൻ അംഗം സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ആള് തട്ടിപ്പുകാരൻ മാത്രമല്ല, പീഡന വീരൻ കൂടിയാണ്. ഡൽഹി ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ വിദ്യാർത്ഥിനികളിൽ പലരും ഇയാളുടെ ലൈംഗിക അതിക്രമത്തിന് ഇരകളായിട്ടുണ്ട്. 17ഓളം പെൺകുട്ടികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പാർത്ഥസാരഥി എന്ന ചൈതന്യാനന്ദ ഒടുവിൽ പിടിയിലായി. സ്വാമി അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതായും അശ്ലീല സന്ദേശം അയച്ചതായും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസും അറസ്റ്റും. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടർ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ ആശ്രമത്തിലെ PG ഡിപ്ലോമ വിദ്യാർത്ഥികളായ 17 പെൺകുട്ടികളാണ് പരാതി നൽകിയത്. ശരീരത്തിൽ മോശമായ രീതിയിൽ സ്പർശിച്ചു, വാട്സാപ്പിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു എന്നെല്ലാമാണ് വിദ്യാർത്ഥിനികൾ നൽകിയ മൊഴി. തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നും ബിരുദ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വയ്ക്കുമെന്നുമൊക്കെ അയാൾ ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു. അനുസരിച്ചാൽ വിദേശയാത്രയടക്കം വാഗ്ദാനം ചെയ്തുവെന്നും മൊഴിയുണ്ട്. എൻ്റെ മുറിയിലേക്ക് വരൂ, ഞാൻ നിങ്ങളെ വിദേശത്ത് കൊണ്ടുപോകാം, ഒരു ചെലവും വരില്ല എന്നൊക്കെയായിരുന്നു ഇയാളുടെ വാഗ്ദാനങ്ങൾ. ഇങ്ങനെ നിരവധി പേരെ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി പീഡിപ്പിച്ചതായി പരാതിയുണ്ട്. കോളേജിന്റെ ഉടമസ്ഥരായ ശ്രീ ശൃംഗേരി ശാരദാപീഠത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ PA മുരളി ഓഗസ്റ്റ് 5 നൽകിയ പരാതിയിൽ കൂട്ടബലാത്സംഗ കേസ് സ്വാമിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു. 6 പേജുള്ള FIRൽ 21 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ മൊഴിയും സന്യാസിയിൽ നിന്ന് ആവർത്തിച്ചുള്ള പീഡനങ്ങളെക്കുറിച്ച് കോളേജ് കൗൺസിലുമായി വിവരങ്ങൾ പങ്കുവച്ച മറ്റ് 32 സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ആഗ്രയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. ചൈതന്യാനന്ദ തുടർച്ചയായി രൂപവും ഒളിത്താവളവും മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഡോക്ടർ പാർത്ഥസാരഥി എന്ന ചൈതന്യാനന്ദയ്ക്കെതിരെ 17 വിദ്യാർത്ഥിനികളാണ് പരാതിയുമായി രംഗത്ത് വന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിനുള്ള സ്കോളർഷിപ്പിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ ചൈതന്യാനന്ദ സരസ്വതി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. 32 വിദ്യാർത്ഥിനികളുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയത്. അവരിൽ 17 പേർ തങ്ങൾക്ക് അശ്ലീല വാട്സാപ്പ് സന്ദേശങ്ങൾ ലഭിച്ചതായും പ്രതിയിൽ നിന്ന് അസഭ്യ ഭാഷാപ്രയോഗം ഉണ്ടായതായും അനാവശ്യ ശാരീരിക സ്പർശനം നേരിടേണ്ടി വന്നതായും ആരോപിക്കുന്നു. മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് സ്വാമിക്കെതിരെ ചുമത്തിയത്.
സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെയും ഗുരുതര പരാതിയുണ്ട്. സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ആവശ്യപ്പെടുന്നത് പോലെ ചെയ്യാൻ 3 വനിതാ ജീവനക്കാരും അഡ്മിനിസ്ട്രേറ്ററും സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വിദ്യാർത്ഥിനികളുടെ മൊഴി. തുടർന്ന് പോലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി പരിശോധന നടത്തി. നേരത്തെ സ്വാമി പാർത്ഥസാരഥി എന്നറിയപ്പെട്ടിരുന്ന ചൈതന്യാനന്ദ 2009-ലും 2016-ലും ലൈംഗികാതിക്രമ പരാതികൾ നേരിട്ടിരുന്നു. UN അടയാളങ്ങളോടുകൂടിയ കാറിന്റെ 9 വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ചതിനും പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ഇയാളുടെ 18 ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് മരവിപ്പിച്ചു. 28 സ്ഥിര നിക്ഷേപങ്ങളിലായി 8 കോടിയോളം രൂപയായിരുന്നു ഈ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത്. ഒഡീഷ സ്വദേശിയായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി 12 വർഷമായി ഈ ആശ്രമത്തിലാണ് താമസം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സിനിമ കഥയെ വെല്ലുന്ന ഒരു ക്രൈം ത്രില്ലർ അഭിമുഖം. ന്യൂയോർക്കിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കൊലയാളി 8 വർഷം മുൻപ് നടന്ന ഇരട്ട കൊലപാതകത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. സ്വന്തം മാതാപിതാക്കളെ കഴുത്ത് ഞെരിച്ച് കൊന്നെന്നാണ് തുറന്നു പറച്ചിൽ. ഇന്റർവ്യൂ കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിയതോടെ പുറത്ത് കൊലയാളിയെ കാത്ത് പോലീസ്. പിന്നാലെ നാടകീയമായ അറസ്റ്റ്. എന്തിനാണ് താൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയതെന്ന മകന്റെ വാക്കുകൾ കൂടി കേൾക്കണം. ഈ ക്രൂരതയുടെ ആന്റി ക്ലൈമാക്സ് അറിയാൻ. Did you kill your parents together at the same time in the same place? What method did you use? All that kind of stuff I would answer later with that deal with the American people. But I'm not going to speak about such things like that. ന്യൂയോർക്കിൽ നിന്നുള്ള 53-കാരനായ ലോറൻസ് ക്രോസ് ആണ് കഥാനായകൻ. അൽബാനിയയിലെ ഒരു ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഫ്രാൻസ് ക്രോസ്, തെരേസ ക്രോസ് ദമ്പതികളെ 8 വർഷം മുൻപ് കാണാതാവുകയായിരുന്നു. കൊല്ലപ്പെട്ടതായ സൂചനകളോ പരാതികളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവരുടെ പേരിലുള്ള സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ആരോ കൈപ്പറ്റിയതായുള്ള കണ്ടെത്തലാണ് കൂടുതൽ അന്വേഷണത്തിന് വഴിവെച്ചത്. പിന്നാലെ പോലീസ് പരിശോധനയും നടന്നു. ഇവർ താമസിച്ചിരുന്ന വീടിന്റെ പരിസരത്ത് നിന്ന് 2 അസ്ഥികൂടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ അൽബാനിയയിലെ ഒരു പ്രാദേശിക ചാനലായ CBS 6-ന് ഒരു ഇമെയിൽ സന്ദേശം ലഭിച്ചു. ലോറൻസ് ക്രോസ് എന്ന 53-കാരന്റേതായിരുന്നു ആ മെയിൽ സന്ദേശം. താൻ തന്റെ മാതാപിതാക്കളെ കൊന്ന് കുഴിച്ചിട്ടു എന്നായിരുന്നു അദ്ദേഹം മെയിലിൽ കുറിച്ചത്. ഒപ്പം തന്റെ ഫോൺ നമ്പറും അതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഉടൻ തന്നെ ചാനൽ മേധാവി ലോറൻസ് ക്രോസിനെ ബന്ധപ്പെട്ടു. പിന്നാലെ ചാനലിൽ ഒരു അഭിമുഖത്തിലൂടെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ലോറൻസ് തയ്യാറാവുകയായിരുന്നു. You bury them in the backyard. You see it as a grave? Well, I bury them and I put a thing around my mother's grave and I planted a peach tree next to her and I put that there. അവതാരകനായ ഗ്രെഗ് ഫ്ലോയിഡ് ആയിരുന്നു ലോറൻസ് ക്രോസിന്റെ ഇന്റർവ്യൂ എടുത്തത്. മാതാപിതാക്കളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് സമ്മതിക്കുന്ന ലോറൻസ് പക്ഷേ കൊലപാതക കാരണം വെളിപ്പെടുത്താൻ ആദ്യമൊന്നും തയ്യാറായില്ല. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കൊടുവിൽ ലോറൻസ് പറഞ്ഞു താൻ തന്റെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തിയെന്ന്. അതായത് മാതാപിതാക്കൾക്ക് താൻ ദയാവധം നൽകുകയായിരുന്നു. 92 വയസ്സുള്ള അച്ഛനോടും 83 വയസ്സുള്ള അമ്മയോടും താൻ തന്റെ കടമ നിറവേറ്റിയെന്നായിരുന്നു ലോറൻസിന്റെ തുറന്നു പറച്ചിൽ. I did the right thing for them based on the situation. I did my duty to them as a son, and that's everything fell into place. I don't know how it happened that it all fell into place. വാർദ്ധക്യകാലത്തെ മാതാപിതാക്കളുടെ ദുരിത ജീവിതമാണ് തന്നെ ഉദ്യമത്തിലേക്ക് എത്തിച്ചത്. അടുത്തിടെ ഒരു വീഴ്ചയിൽ പരിക്കേറ്റ അമ്മ കിടപ്പിലായി. തിമിര ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാഴ്ചപരിമിതി ഉണ്ടായിരുന്ന അച്ഛന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുക ബുദ്ധിമുട്ടായി. അവരുടെ മുന്നോട്ടുള്ള ജീവിതം ദുരിതപൂർണമെന്ന് താൻ മനസ്സിലാക്കി. അവരെ താൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. താൻ തന്റെ കടമ നിറവേറ്റി. മകന്റെ കൈകളാൽ തങ്ങൾ മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നെന്നും ഒരു ചോദ്യത്തിന് മറുപടിയായി ലോറൻസ് പറഞ്ഞു. അഭിമുഖത്തിന് പിന്നാലെ സ്റ്റുഡിയോയിൽ നിന്നിറങ്ങിയ ക്രോസിനെ കാത്ത് പുറത്ത് പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അറസ്റ്റിന് താമസമുണ്ടായില്ല. കോടതിയിലും ക്രോസ് കുറ്റം സമ്മതിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസായി ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളിലൂടെ ഇരട്ടക്കൊലപാതകമായി മാറിയ ഞെട്ടലിലാണ് ലോറൻസിന്റെ പരിചയക്കാരും നാട്ടുകാരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സഹോദരന് സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധം
അതിന് 2.5 വയസ്സുള്ള കുഞ്ഞ് തടസ്സമായപ്പോൾ നടത്തിയ കൊലപാതകം. തിരുവനന്തപുരം ബാലരാമപുരത്തെ ദേവനന്ദ എന്ന കുരുന്നിനെ കൊലപ്പെടുത്തിയ സംഭവം ഒരു നാടിനെ മുഴുവൻ നടുക്കിയ കേസാണ്. കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെയും സഹോദരൻ ഹരികുമാറിന്റെയും ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായതാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റുകളാണ് കേസിൽ നിർണായകമായത്. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെ അമ്മ ശ്രീതുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനിടെ കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കുട്ടിയുടെ DNA-ക്ക് ശ്രീതുവിന്റെ ഭർത്താവിന്റെയും അമ്മാവിന്റെയും DNA-യുമായി പൊരുത്തമില്ലെന്ന് തെളിഞ്ഞതോടെ മറ്റൊരു ബന്ധത്തിലെ കുഞ്ഞാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ബാലരാമപുരം കോട്ടുകാൽക്കോണം സ്കൂളിന് മുന്നിലെ വാടക വീട്ടിൽ വെച്ച് ജനുവരി 30-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പമായിരുന്നു ശ്രീതുവിന്റെ താമസം. ശ്രീതുവിന്റെ ജീവിത രീതികളോട് യോജിക്കാൻ കഴിയാത്തതിനാൽ ഭർത്താവ് പാറശാലയിലെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ശ്രീതുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാവിലെ 5-ന് ശ്രീതു ശുചിമുറിയിൽ പോയ സമയത്താണ് അവരുടെ മുറിയിൽ കിടന്ന കുഞ്ഞിനെ വീട്ടുവളപ്പിലെ കിണറ്റിലിട്ടതെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ശ്രീതുവിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. മെത്തയും ഷൂസുമാണ് തീയിട്ടത്. 1-ാം പ്രതി ഹരികുമാർ തീയിടുമ്പോൾ ശ്രീതുവിന് ഇക്കാര്യം അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അയൽക്കാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഹരികുമാർ കുറ്റം സമ്മതിച്ചു. ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഹരികുമാറിന്റെ ചില താൽപര്യങ്ങൾക്ക് കുട്ടി തടസ്സമായതിനാൽ സഹോദരിയോട് ഇയാൾക്ക് ദേഷ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ശ്രീതുവും ഹരികുമാറും നടത്തിയ ഫോൺ ചാറ്റുകളിൽ നിർണായകമായ വിവരങ്ങൾ തുടക്കത്തിലെ പോലീസിന് ലഭിച്ചിരുന്നെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവത്തിലാണ് അറസ്റ്റ് നീണ്ടുപോയത്. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നത് പോലീസിന്റെ പരിഗണനയിലുണ്ട്. ശ്രീതുവിന്റെ ബന്ധങ്ങളിൽ സംശയമുണ്ടായിരുന്നതിനാലാണ് പിതൃത്വം സംബന്ധിച്ച DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കുട്ടിയെ ഒഴിവാക്കാനുള്ള കാരണം അറിയാൻ കൂടിയായിരുന്നു ഇത്. ശ്രീതുവിന്റെ ഭർത്താവ്, സഹോദരൻ എന്നിവരുടേതടക്കം 4 പേരുടെ DNA സാമ്പിളുകളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും ഇവരാരുമല്ല മരിച്ച കുട്ടിയുടെ അച്ഛനെന്ന് തെളിഞ്ഞു. പിതൃത്വം സംബന്ധിച്ച പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ അത് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീതു ജയിലിലായിരുന്നു. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ദമ്പതികളുടെ സഹായത്തോടെ അടുത്തിടെയാണ് ജാമ്യം തേടി പുറത്തിറങ്ങിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഭാര്യ പിണങ്ങിപ്പോയതിന് ഭാര്യാപിതാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. മലപ്പുറം ഊറങ്ങാട്ടിരി സ്വദേശി അബ്ദുൾ സമദാണ് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അമ്മായിയപ്പനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വയോധികന് സാരമായ പരിക്കുകളുണ്ട്. കേസിൽ പ്രതി അബ്ദുൾ സമദിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യ തിരികെ വരാത്തതിന് കാരണം പിതാവാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പ്രതി പലതവണ ഭാര്യയെയും പിതാവിനെയും ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. പിണങ്ങിപ്പോയ ഭാര്യ തിരികെ വരാത്തതിന് ഭാര്യാപിതാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യാപിതാവിനെ കാറിടിച്ച് വീഴ്ത്തുകയും മതിലിനടുത്തേക്ക് വീണയാളെ വീണ്ടും മതിലിനോട് ചേർത്ത് കാറുമായി ഇടിക്കുകയുമായിരുന്നു. ആക്രമണത്തിൽ ഇയാളുടെ കാലുകൾക്ക് ചതവും മുറിവും സംഭവിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം.
കൂറ്റമ്പാറ രാമൻകുത്ത് റോഡിൽ ചേനാമ്പാറയിൽ വെച്ചാണ് അബ്ദുൾ സമദ് ഭാര്യാപിതാവിനെ ആക്രമിച്ചത്. ബൈക്കിൽ കാറിടിച്ചതോടെ ബൈക്കിൽ നിന്ന് തെറിച്ച് താഴെ വീണ ഇയാളെ റോഡരികിലുള്ള മതിലിനോട് ചേർത്ത് വീണ്ടും ഇടിക്കാൻ ശ്രമിച്ചു. വീണ്ടും മതിലുമായി ചേർത്ത് കാറിടിക്കാൻ ശ്രമിക്കുന്നത് കണ്ട നാട്ടുകാർ ഇടപെട്ട് തടയുകയായിരുന്നു. പിണങ്ങിപ്പോയ അബ്ദുൾ സമദിന്റെ ഭാര്യ വീട്ടിലേക്ക് മടങ്ങി വരാത്തത് പിതാവ് പറഞ്ഞിട്ടാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പൂക്കോട്ടുംപാടം SI-മാരായ ദിനേഷ് കുമാർ, അബ്ദുൾ നാസർ, ASI അനൂപ് മാത്യു, CPO-മാരായ സനൂപ്, സ്വരൂപ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. അബ്ദുൾ സമദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. വെർച്വൽ അറസ്റ്റിനെ കുറിച്ചും ഡിജിറ്റൽ തട്ടിപ്പിനെ കുറിച്ചും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പോലീസും ഒക്കെ എപ്പോഴും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മലയാളികൾ വീണ്ടും സൈബർ തട്ടിപ്പിന് ഇരകളാകുന്നത്? കൊച്ചി മട്ടാഞ്ചേരിയിൽ വെർച്വൽ തട്ടിപ്പിന് ഇരയായത് ഒരു വീട്ടമ്മയാണ്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ ബന്ധമുണ്ടെന്നും അതിന് തെളിവ് ലഭിച്ചെന്നും ചൂണ്ടിക്കാട്ടി മുംബൈ പോലീസ് എന്ന് പറഞ്ഞു വിളിച്ച സംഘം 2,88 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈ സ്വദേശി സന്തോഷിനെ മട്ടാഞ്ചേരി പോലീസാണ് പിടികൂടിയത്. മറ്റ് 4 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാണ്. ജെറ്റ് എയർവേസ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു മട്ടാഞ്ചേരി സ്വദേശിയായ 59-കാരിയെ തട്ടിപ്പ് സംഘം വിളിച്ചത്. മുംബൈ തിലക് നഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ചു. വ്യാജ ഓൺലൈൻ കോടതിയിൽ ഹാജരാക്കി. ഒരു യുവതിയെക്കൊണ്ട് സാക്ഷി പറയിപ്പിച്ചു എന്നും വീട്ടമ്മ നൽകിയ പരാതിയിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ 9 ലക്ഷം രൂപയാണ് നൽകിയത്. ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 30 വരെ 2.88 ലക്ഷം രൂപയും കൈമാറി. പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയപ്പോഴേക്കും തട്ടിപ്പ് സംഘം വീണ്ടും വിളിച്ചു. ജീവനക്കാരോട് മെഡിക്കൽ ആവശ്യമെന്ന് പറയണമെന്നും നിർദ്ദേശം നൽകി. പിന്നീട് സ്വർണം പണയം വെച്ചും 62 ലക്ഷം രൂപ നൽകുകയായിരുന്നു. പണം നൽകിയിട്ടും സംഘം വിടാതായതോടെയാണ് യുവതിയുടെ ഭർത്താവ് മട്ടാഞ്ചേരി പോലീസിന് പരാതി നൽകിയത്. പോലീസ് അന്വേഷണത്തിൽ മലയാളികൾ ഉൾപ്പെട്ട ഉത്തരേന്ത്യൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്ന് മനസ്സിലായി. 2,88 ലക്ഷം രൂപയാണ് ഇവർ പരാതിക്കാരിയിൽ നിന്നും തട്ടിയെടുത്തത്. മട്ടാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുന്നതിനിടയിലാണ് മുംബൈ സ്വദേശി സന്തോഷ് പിടിയിലാകുന്നത്. മറ്റ് 4 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. അതേസമയം കൊച്ചിയിൽ സൈബർ തട്ടിപ്പ് തുടർക്കഥയാകുന്നു എന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിനിടെ 4 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കൊച്ചി. പെരുമ്പാവൂരിലെ ഭായി കോളനി ഭായിമാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ലഹരി വിൽപ്പന മുതൽ മറ്റ് പല നിയമവിരുദ്ധ ഇടപാടുകളും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഭായി കോളനിയിലെ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നത് ഇതര സംസ്ഥാനക്കാരൊന്നുമല്ല, ഒരു മലയാളി വീട്ടമ്മയാണ്. ഇവിടെ വ്യാപാര സ്ഥാപനം നടത്തുന്ന കാരോത്തുകുടി സ്വദേശിനി സെലീന. ഈ കോളനിയിൽ എന്ത് പ്രശ്നമുണ്ടായാലും പോലീസിനെയും ജനപ്രതിനിധികളെയും വിളിച്ച് വിവരമറിയിക്കുന്ന സെലീന ലഹരി കേസിൽ പിടിക്കപ്പെട്ടതോടെ നാട്ടുകാരിൽ ഞെട്ടി. ഇവരുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 66 ഗ്രാം ഹെറോയിൻ എക്സൈസ് പിടിച്ചെടുത്തു. റെയ്ഡിൽ 9 ലക്ഷം രൂപയും നോട്ടെണ്ണുന്ന ഒരു മെഷീനും കണ്ടെടുത്തിട്ടുണ്ട്.
നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പെരുമ്പാവൂർ എക്സൈസും ചേർന്നാണ് പരിശോധന നടത്തിയത്. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ചതെന്ന് കരുതുന്ന 9 ലക്ഷം രൂപയും നോട്ടെണ്ണുന്ന ഒരു മെഷീനും ഇവരുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പിടികൂടി. 8 ബോക്സുകളിലായാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത്. ഇവർ കുറേയധികം നാളുകളായി ഇവിടെ വ്യാപാര സ്ഥാപനം നടത്തി വരികയായിരുന്നു. ഭായ് കോളനിയിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ വരെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും അറിയിക്കുന്നത് ഇവരാണ്. ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റിയതിന്റെ മറവിലായിരുന്നു ലഹരി കച്ചവടം. ഭായ് കോളനിയിൽ നിന്ന് ഇതിനു മുൻപും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നു. നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പാക്കിംഗ് നടക്കുന്ന ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ അവരോട് രക്ഷപ്പെട്ടു. നമുക്ക് ഇവര് അതിനുള്ള ഒരു വീടുകളും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇവരായിരുന്നു. കുറച്ച് നാൾക്ക് നമുക്ക് ഈ ഒരു വിവരം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവര് ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കമ്പൈൻഡ് ആയിട്ട് നമ്മൾ നടത്തിയതാണ്. അതിലാണ് നമുക്ക് ഈ 10 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ നമ്മൾ കണ്ടെടുത്തത്. ഹെറോയിൻ 66 ഗ്രാമാണ് നമുക്കിപ്പോൾ കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പിടിയിലായ സ്ത്രീയെ കേന്ദ്രീകരിച്ച് വലിയൊരു ലഹരി മാഫിയ ശൃംഖല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശവാസിയായ ഒരു സിവിൽ പോലീസ് ഓഫീസർക്കെതിരെയും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇവിടെ നടക്കുന്ന ലഹരി കച്ചവടം മൂലം സമീപവാസികൾക്ക് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇവർക്ക് പൈസ മാത്രം മതി. ഇവര് പള്ളി ചെന്ന ഏറ്റവും ഫ്രണ്ടിലുണ്ട്. പക്ഷെ ഇവര് ഇവിടെ നാട്ടുകാരെ മലയാളികളെ ആര് വന്നാലും തല്ലിക്കൊള്ളാനാണ് ഓടുന്നത്. ഇവളാണെങ്കിൽ ചുറ്റിനും ക്യാമറ വെച്ചിട്ട് ആ പോലീസുകാരൻ സുധീറിൻ്റെ ബലത്തിൽ ഈ രാജ്യത്തുള്ള സകലമാനും ചെറുപ്പക്കാരുടെ പേരിൽ ചെയ്തത്. പിന്നെ വായ്മാര് വെള്ളം മേടിച്ചു കൊടുത്ത് ആക്രമിക്കുക. പ്രതിയെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അതിഥി തൊഴിലാളികളും നാട്ടുകാരും വലിയ രീതിയിൽ കൂവുകയും കൈയടിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. സ്വർണ്ണവില ഉയർന്നതോടെ കേരളത്തിൽ മോഷണ കേസുകൾ വർദ്ധിക്കുകയാണ്. കോഴിക്കോട് ചേവായൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 40 പവൻ സ്വർണം കവർന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഗായത്രിയുടെ വീട്ടിൽ കഴിഞ്ഞ പുലർച്ചെയായിരുന്നു മോഷണം. തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ നാട്ടിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 2 ആഴ്ചയ്ക്കിടെ ചേവായൂർ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ മോഷണമാണിത്. ഈ മാസം 11-ന് നാട്ടിലേക്ക് പോയ ഡോക്ടറും കുടുംബവും തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. സമീപത്ത് വീടുകൾ ഉണ്ടായിരുന്നിട്ടും മോഷണം നടന്നത് ആരും അറിഞ്ഞിരുന്നില്ല. പുലർച്ചെ 1:55-നാണ് മോഷണം നടന്നതെന്നാണ് CCTVയിൽ നിന്ന് മനസ്സിലാവുന്നത്. CCTV ദൃശ്യങ്ങൾ പ്രകാരം പുലർച്ചെ 1:55-ഓടെയാണ് മോഷ്ടാവ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. വീടിന് മുൻവശത്തെ വാതിൽ തുറന്നാണ് അലമാരയിലും മേശയിലുമായി സൂക്ഷിച്ച 40 പവനോളം മോഷ്ടിച്ചത്. ട്രിവാൻഡ്രത്തുനിന്ന് വന്ന് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ലോക്ക് തുറന്നിരിക്കുകയാണ്, വീടിന്റെ ലോക്ക്. അപ്പം ഞങ്ങൾ തുറന്നില്ല. പിന്നെ റെസിഡൻസിൽ അറിയിച്ചപ്പോൾ എല്ലാവരും കൂടെ പോലീസിൽ വെച്ച് അവരുടെ കൂടെ സാഞ്ചിച്ച് കയറിയതാണ്. കയറി നോക്കിയപ്പോൾ ജ്വല്ലറി ബോക്സിൽ, ഞങ്ങളൊരു ജ്വല്ലറി ബോക്സിലാണ് വെച്ചിരുന്നത് എല്ലാ ജ്വല്ലറിയും. അപ്പം അതിൽ നിന്ന് ബോക്സിൻ്റെ ജ്വല്ലറീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാഷും പോയിട്ടുണ്ട്. ഈ മാസം 11-ാം തീയതി മുതൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. വീട്ടിൽ ആളിൽ നിന്ന് മനസ്സിലാക്കി കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ മോഷണമെന്നാണ് നിഗമനം. വീട്ടുകാരുടെ പരാതിയിൽ ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. 2 ആഴ്ചയ്ക്കിടെ ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന രണ്ടാമത്തെ മോഷണമാണ് ഇത്. കഴിഞ്ഞ ദിവസം സമാനമായി ആളില്ലാത്ത മറ്റൊരു വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണം മോഷണം പോയിരുന്നു. ആ കേസിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കവെയാണ് നാട്ടുകാർക്ക് തലവേദനയായി പുതിയ മോഷണം. ഈ 2 സംഭവങ്ങൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും മോഷണം നടത്തിയത് ഒരാളാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്.
തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശികളായ അയൂബ് ഖാനും മകൻ സെയ്തലവിയും പഠിച്ച കള്ളന്മാരാണ്. അതിവിദഗ്ധമായി മോഷ്ടിക്കാൻ മാത്രമല്ല, പോലീസിനെ കബളിപ്പിച്ച് മുങ്ങാനും ഇരുവർക്കും പ്രത്യേക കഴിവാണ്. കഴിഞ്ഞ ദിവസം പാലോട് 5 കടകളിലും പള്ളിയിലും മോഷണം നടത്തി നാടുവിട്ട 2 പേരെയും പോലീസ് വയനാട്ടിൽ നിന്നും പിടികൂടിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് പാലോടേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അച്ഛനും മകനും കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കടക്കലിലെത്തിയപ്പോൾ മൂത്രമൊഴിക്കാൻ പോകണമെന്ന് പ്രതികളിൽ ഒരാൾ പറഞ്ഞതോടെ പോലീസ് വാഹനം നിർത്തി. പിന്നീട് കൈവിലങ്ങ് ഊരിക്കൊടുത്തതോടെയാണ് 2 പേരും പോലീസിന്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. പ്രതികൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാണ്. പാലോടുള്ള 5 കടകളിലും പള്ളിയിലും ഒറ്റ രാത്രിയിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികളായ നെടുമങ്ങാട് സ്വദേശികളായ സെയ്തലവിയും പിതാവ് അയൂബ് ഖാനുമാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞത്. വയനാട്ടിൽ നിന്ന് പിടികൂടി പാലോടേക്ക് കൊണ്ടുവരുമ്പോൾ കടക്കൽ ചുണ്ടയിൽ വെച്ചാണ് ഇരുവരും രക്ഷപ്പെട്ടത്. ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വാഹനം നിർത്തി ഒരാളുടെ കൈവിലങ്ങൂരി. തുടർന്നാണ് ഇരുവരും പോലീസിനെ വെട്ടിച്ച് മുങ്ങിയത്. ഇവർ കടന്നുകളഞ്ഞ പ്രദേശം മലയോര മേഖലയാണ്. കൃഷിയിടങ്ങളും കാടുമായതിനാൽ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. പ്രതികൾക്കായി പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനകൾ നടത്തുന്നു. ഈ പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ളവരാണ് പ്രതികളെന്ന് പോലീസ് അറിയിച്ചു. പ്രതികൾക്ക് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. നന്ദിയോട് കള്ളിപ്പാറയിൽ വാടകയ്ക്ക് താമസിച്ചാണ് ഇരുവരും മോഷണം നടത്തി വന്നിരുന്നത്. മോഷണം നടന്ന പിറ്റേ ദിവസം ഇവർ കെട്ടിടത്തിന്റെ ഉടമയെ അറിയിക്കാതെ താക്കോൽ പോലും കൈമാറാതെ മുങ്ങി. ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. വെഞ്ഞാറമൂട് സ്റ്റേഷനിലടക്കം നിരവധി കേസുകളുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. നമ്മുടെ നാട്ടിൽ അയൽവാസികളും കുടുംബാംഗങ്ങളും ഒക്കെ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് പരിഹരിക്കാൻ പലപ്പോഴും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ഇടപെടാറുണ്ടല്ലേ? ഇങ്ങനെയുള്ള തർക്കത്തിലും പ്രതിസന്ധിയിലുമൊക്കെ ഇടപെട്ടാണ് അവർ ജനകീയരായി മാറുന്നത്. എന്നാൽ ആ സമയം പലർക്കും സ്വന്തം പ്രശ്നമോ കുടുംബത്തിലെ തർക്കമോ പരിഹരിക്കാൻ സമയമുണ്ടാകാറില്ല. ഒടുവിൽ വീട്ടിൽ പോലും ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് വരാം. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ CPM പ്രാദേശിക നേതാവ് സ്റ്റാൻലി ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ്. വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിപ്പോയ വിഴിഞ്ഞം സ്റ്റാൻലിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തും പരിസരത്തും അറിയപ്പെടുന്ന CPM നേതാവാണ് സ്റ്റാൻലി. പൊതുരംഗത്ത് ഏറെ സുപരിചിതൻ. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ നിന്നുമിറങ്ങിയ സ്റ്റാൻലിയെക്കുറിച്ച് വീട്ടുകാർക്ക് പിന്നീട് അറിവൊന്നുമുണ്ടായിരുന്നില്ല. നാട്ടുകാരും പിന്നെ സ്റ്റാൻലിയെ കണ്ടിട്ടില്ല. സ്റ്റാൻലി നേരെ പോയത് മെഡിക്കൽ കോളേജ് പരിസരത്തേക്കാണ്. വ്യാഴാഴ്ച വൈകിട്ട് തന്നെ സ്റ്റാൻലി ചാലക്കുഴി റോഡിലുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. ആദ്യ ദിവസങ്ങളിൽ സ്റ്റാൻലിയെ ലോഡ്ജിന് പുറത്ത് പലരും കണ്ടു. എന്നാൽ ഇന്നലെ സ്റ്റാൻലിയെ പുറത്തേക്ക് കണ്ടില്ല. സുഹൃത്തുക്കളും ലോഡ്ജ് ജീവനക്കാരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. സംശയം തോന്നിയ ലോഡ്ജിലെ ജീവനക്കാർ മുറി തുറന്ന് പരിശോധിക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് സ്റ്റാൻലിയെ കണ്ടത്. ആത്മഹത്യാക്കുറിപ്പ് മുറിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെത്തി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. CPM പ്രാദേശിക നേതാവെന്ന നിലയിൽ വിഴിഞ്ഞത്ത് അറിയപ്പെടുന്ന ആളാണ് സ്റ്റാൻലി. വ്യാപാര വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം.
കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ നിന്ന് സ്റ്റാൻലി ഇറങ്ങിയത് വീട്ടുകാരുമായി പിണങ്ങിയാണെന്ന് പോലീസ് അറിയിച്ചു. അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. എങ്കിലും മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. മരണവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. മരണത്തിന്റെ യഥാർത്ഥ കാരണം അപ്പോൾ മാത്രമേ വ്യക്തമാകൂ. ന്യൂസ് 18 തിരുവനന്തപുരം. വിരലുകൾ മുറിച്ചുമാറ്റിയ നഖങ്ങൾ പിഴുതെടുത്തും ക്രൂരമായി മർദ്ദിച്ചും ഒടുവിൽ ശ്വാസം മുട്ടിച്ചും കൊലപാതകം. ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ലൈവായി നൽകിയുള്ള ക്രൂര വിനോദം. മയക്കുമരുന്ന് മോഷ്ടിക്കുന്നവർക്കുള്ള ശിക്ഷ ഇതെന്ന് ഭീഷണി. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ 3 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ കേസാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷമാണ് ലാറ ഗുട്ടറസ് സഹോദരിമാരായ ബ്രിൻഡ കാസിലോ, മൊറീന വെർഡി എന്നിവരെ കൊലപ്പെടുത്തിയത്. ഒരു പാർട്ടിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയ ശേഷമായിരുന്നു ക്രൂരത. ബ്യൂണസ് ഐറിസിലുള്ള ലഹരി മാഫിയ സംഘത്തിലെ ചിലർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പെൺകുട്ടികൾ ലഹരിമരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ടതായും സൂചനയുണ്ട്. ഇതിപ്പോൾ അർജന്റീനയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് നിസ്സാരമായി കാണാൻ വരട്ടെ. നാളെ ഈ മയക്കുമരുന്ന് മാഫിയ നമ്മുടെ മക്കളെയും തേടിയെത്താം. കുട്ടികൾക്ക് മേൽ അതീവ ശ്രദ്ധയില്ലെങ്കിൽ മാതാപിതാക്കൾ പിന്നീട് കണ്ണീര് കുടിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.